ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഒരു പ്രവാസി യുവാവ് മസ്തിഷ്ക ആഘാതം കാരണം സ്ട്രോക്ക് ബാധപ്പെട്ട് മരിച്ചു എന്നുള്ളൊരു വാർത്ത ധാരാളം ആളുകൾ ഇപ്പോൾ ഫോർവേഡ് ചെയ്യാണ്. അതിൻ്റെ കാരണങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ട്രോക്ക് എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, വളരെ വേഗത്തിൽ സ്ട്രോക്ക് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ 3 മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് സ്ട്രോക്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക. കാരണം സ്ട്രോക്കിൻ്റെ ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്രെയിനിൽ നമ്മൾ രക്തയോട്ടം നിന്നു പോകുമ്പോഴാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്ക ആഘാതം എന്ന് പറയുന്നത്. സ്ട്രോക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്കീമിക് ബ്ലോക്കാണ്. ഇസ്കീമിക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടായിട്ട് ബ്രെയിനിലോട്ടുള്ള രക്തയോട്ടം നിലച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. അത് 85% ഇസ്കീമിക് സ്ട്രോക്കാണ് നമുക്ക് കോമൺ ആയിട്ട് നടക്കുന്നത്. രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഹെമറേജിക് സ്ട്രോക്കാണ്. രക്തക്കുഴലുകൾ പൊട്ടിക്കഴിഞ്ഞുണ്ടാകുന്ന സ്ട്രോക്ക്. അത് 15%, 10 മുതൽ 15% ലോകത്ത് സ്ട്രോക്കുകൾ ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ 2 സ്ട്രോക്ക് ആണെങ്കിലും ലക്ഷണങ്ങൾ സെയിം ആണ്. ഇപ്പോൾ ലക്ഷണങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകരുത്. കാരണം പണ്ടൊക്കെ 60 വയസ്സിലെ 65 വയസ്സിന് മുകളിലോട്ടാണ് സ്ട്രോക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ധാരാളം ചെറുപ്പക്കാരിൽ പോലും ഇത്തരത്തിൽ പക്ഷാഘാതവും ഇതുപോലെ മസ്തിഷ്ക ആഘാതവും ഉണ്ടാകുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് വളരെ വേഗത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു വാക്കാണ്, ഫാസ്റ്റ് എന്ന് ഓർത്തിരിക്കുക. FAST. ഓക്കെ, അതിനകത്ത് F എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ഡ്രിഫ്റ്റിംഗ് ആണ്. എന്താണ് ഫേഷ്യൽ ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്ട്രോക്ക് ഉള്ള ഒരു വ്യക്തിയെ സംശയമുണ്ടെന്ന് കരുതുക. ഇപ്പം ഞാനൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നു, ആ വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയാൽ ഉടനെ തന്നെ ആ രോഗിയോട് ചിരിക്കാനായിട്ട് പറയുക. സ്മൈൽ, ഒന്ന് ചിരിക്കുക എന്ന് പറയാം. അപ്പോൾ ചിരിക്കുന്ന സമയത്ത് വാ ഒരു സൈഡിൽ കോണുന്നുണ്ടോ എന്ന് നോക്കുക. വാ ഒരു സൈഡിൽ കോണിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഫേഷ്യൽ ഡ്രിഫ്റ്റിംഗ് പോസിറ്റീവാണ്. ഈ വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എത്രയും വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചിരിക്കാനായിട്ട് പറയുക. ചിരിക്കുമ്പോൾ വാ ഒരു സൈഡിലോട്ട് കോണി പോകുന്നുണ്ട്. ഇങ്ങനെ കോണി പോകുന്നുണ്ടെങ്കിൽ ഒരേപോലെ അല്ല, സിമിട്രി അല്ല, എസിമെട്രിക്കലായിട്ട് ഒരു സൈഡിലോട്ട് കോണി പോകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് A എന്നുള്ള ലെറ്ററാണ്. എന്താണ് A? ആം ഡ്രിഫ്റ്റ്. ആ പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയാം. ഇങ്ങനെ എയറിലോട്ട് കൈ ഹോൾഡ് ചെയ്ത് വെക്കുക, 2 കൈ. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നോർമലാണ്. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, കൈ താഴോട്ട് പോവുകയാണ്. അതായത് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ 10 സെക്കൻഡ് മുന്നേ തന്നെ എൻ്റെ ഈ കൈ താഴോട്ട് പോയാൽ അതിനർത്ഥം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വൈകിക്കരുത്. അപ്പോൾ ഇങ്ങനെ കൈ പിടിക്കാൻ പറയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്. ആം ഡ്രിഫ്റ്റ് എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറയുക. കാലാണെങ്കിൽ കാലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ 5 സെക്കൻഡ് എങ്കിലും അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ, എയറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ നോർമലാണെന്ന് കരുതാം. അടുത്തത് S എന്നുള്ള ലെറ്ററാണ്. S എന്ന് പറഞ്ഞാൽ സ്ലറിങ് ഓഫ് സ്പീച്ച്. അദ്ദേഹത്തിനോട് എന്താണ് പറ്റിയത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ കുഴയുന്നത് പോലെ തോന്നുവാണ്, ഇങ്ങനെ വിൽക്കുന്ന പോലെയോ കുഴയുന്നത് പോലെയോ തോന്നുന്നുണ്ടെങ്കിലും ആ സംസാരത്തിൽ എന്തെങ്കിലും കുഴച്ചിലുണ്ടാകുന്ന അനുഭവപ്പെട്ട് കഴിഞ്ഞാലും അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ, ഈ 3 എണ്ണത്തിൽ ഏത് ഒരെണ്ണം ഉണ്ടെങ്കിൽ പോലും എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 3 മണിക്കൂറിനകത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം രക്തം കട്ട പിടിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ആണെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് പറ്റും? രക്തം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, അപ്പം രക്തം ബ്രെയിനിലോട്ടുള്ള രക്തം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലോക്കായി ഒരു 3 മണിക്കൂർ ആയി കഴിഞ്ഞാൽ കുറേ ഏരിയ നശിച്ചു പോകും. ഓൾറെഡി നശിച്ചു പോയ ബ്രെയിനെ നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സാങ്കേതിക വിദ്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം നശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ രക്തം കട്ട പിടിച്ചിരിക്കുന്നതിനെ അലിയിച്ച് കളയണം. അപ്പോഴാണ് ആ ടീയുടെ ഇമ്പോർട്ടൻസ്. ഫാസ്റ്റിന്റെ T എന്നുള്ള ലെറ്ററിന്റെ ഇമ്പോർട്ടൻസ് ലാസ്റ്റാണ്. ടൈം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ഇത്തരത്തിൽ ഈ സ്ട്രോക്ക് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്രയും വേഗം കൊണ്ടുപോവുക. അപ്പോൾ ആ ടൈം വളരെ പ്രാധാന്യമാണ്. 3 മണിക്കൂറിനകത്ത് പല രോഗികളും മരണമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ T ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ്. ടൈം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നോർമലാണ് എന്ന് കരുതും. എപ്പോഴും Fഉം Aയും Sഉം ചെക്ക് ചെയ്യുക. ഈ ഒരു സംശയമുണ്ടെങ്കിൽ, Fലോ Aയിലോ Sലോ സംശയമുണ്ട്, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, F എന്ന് പറയുമ്പോൾ ഫേഷ്യൽ ഡ്രിഫ്റ്റിംഗ്, അല്ലെങ്കിൽ ചിരിക്കാൻ പറയുമ്പോൾ നമ്മൾ വാ ഒരു സൈഡിലോട്ട് കോണി പോകുന്നുണ്ടെങ്കിൽ അതൊരു പോയിന്റാണ്. കൈ ഇങ്ങനെ ഏറി പിടിക്കാൻ പറയുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോർമലാണ്. 10 സെക്കൻഡിൽ മുകളിൽ അതിൻ്റെ വേഗത്തിൽ കൈ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എയർലിയസ്റ്റ് സൈനാണ്. സ്ട്രോക്ക് നമുക്ക്
സ്ട്രോക്ക് വരുമ്പോൾ ഒരു സൈഡിൽ തളർന്നു പോകുമല്ലോ, അത് വളരെ ലേറ്റ് ആയിട്ടാണ്. ആദ്യം വരുന്നത് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കൈ താഴോട്ട് പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. കാലിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ 5 സെക്കൻഡെങ്കിലും മിനിമം നോക്കാൻ പറ്റണം. എസ് ആണെങ്കിൽ സ്ലറിങ് ഓഫ് സ്പീച്ച്, സംസാരിക്കുമ്പോൾ കുഴച്ചിലുണ്ടാവുന്നത് ശ്രദ്ധിക്കുക. ടി എന്ന് പറയുമ്പോൾ ടൈമാണ്, എത്ര മിനിറ്റ് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ഇതുപോലെ സ്ട്രോക്ക് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് എത്രയും വേഗം എത്തിക്കുക. ഇതിന്റെ പല കാരണങ്ങളുണ്ട്, അതിനെക്കുറിച്ച്